ഗുഡ് മോർണിംഗ്. നമ്മളിതാ പിറ്റേ ദിവസം നീച്ചിട്ടുണ്ടാ. രാവിലെയാണ്, പുലർച്ചെയാണ്. നമ്മള് 4:24. അപ്പം നമ്മൾ നേരെ പോണത് ട്രക്കിങ്ങിനാണ്. 4:30 വണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കണത്. അപ്പം അതിൽ കയറിയിട്ട് ഇവരെ വണ്ടി തന്നെ ഉണ്ട്. അതിൽ കയറിയിട്ട് നേരെ കൊളുക്കുമല. രാവിലത്തെ വ്യൂ ആണ് സെറ്റ്. നമ്മൾ റൂമൊക്കെ പൂട്ടി ഇറങ്ങുകയാണ്. റൂം പൂട്ടിക്കോ തള്ളി ഇല്ലല്ലോ. സെറ്റ്. ചെക്കന്മാർ ഇവിടെ എന്തോ സഹായമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കൈ കൊടുക്കണോ? എൻ്റെ മുസ്തഫ ഇടുക്കി വന്നിട്ട് ഞങ്ങൾക്ക് ഓരോ ചായ. വാവ് സെറ്റ്. രാവിലത്തെ വ്ളോഗാണേ. ഗുഡ് മോർണിംഗ്. രാവിലെ 4:30 ഓരോ കട്ടൻ ചായ. വാവ് വൈബന്നെ. കട്ടൻ ചായ തന്നെ ഏട്ടഞ്ഞി. ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അല്ലേ വിശ്വ? ആവിയൊക്കെ അല്ല ആവിയൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം നോക്കാ ഓരോന്ന് പിടിക്ക്. നമ്മുടെ ചായ അന്തസ് സെറ്റ്. അപ്പോൾ നമ്മളിതാ നേരെ റൂമിൽ നിന്ന് ചായ കുടിച്ച് ഇറങ്ങിട്ടോ. ഇതാ രാവിലെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. വണ്ടി വരാൻ കാത്തൊക്കെയാണ്. ഇനി വണ്ടി വന്നിട്ട് വേണം നമുക്ക് നേരെ കൊളുക്കുമല പോകാൻ അല്ലേ. അപ്പോൾ വണ്ടി വരട്ടെ. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് എവിടെയെന്ന് വെച്ചാൽ പർപ്പിള് മൂന്നാർ ഹോളിഡേയ്സ്. ആ കാണിച്ചു തരാട്ടാ. പുറത്തുനിന്ന് ബാക്ക് ക്യാമറ എടുക്കട്ടെ. ആണ് സംഭവം. ആണോ? ഇതാണ് നമ്മൾ നിന്നിരുന്ന ഹോട്ടല്. പർപ്പിൾ മൂന്നാർ ഹോളിഡേയ്സ്. വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അവർക്ക് തന്നെ പോകുവാണെങ്കിൽ. അപ്പോൾ നമ്മൾ വണ്ടി വന്നിട്ട് കേട്ടോ. എന്താ 4:45 നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മളിതിലാണ് പോണത്. 4x4 താറിൽ അല്ലേ. അപ്പോൾ ബാക്കി ആഴ്ചകൾ. അപ്പോൾ നമ്മൾ നേരെ വണ്ടി കയറി. നമ്മുടെ പേരും ഇതൊക്കെ എഴുതിണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫോമിൽ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് നമ്മൾ നേരെ വണ്ടി എടുക്കും. ഇതാണ് നമ്മൾ വണ്ടി കൊണ്ടുപോകണ ചേട്ടൻ. ചേട്ടൻ ഭയങ്കര ബിസിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് തുടങ്ങിക്കോട്ടെ. വണ്ടി ഓടിച്ചിട്ട് പോവാണ്. വണ്ടി പോയിക്കൊണ്ടിരിക്കുക ചേട്ടാ. നമ്മൾ നേരെ കൊളുക്കുമല. നമ്മൾ കുറച്ച് നേരത്തെ ഓട്ടത്തിന് ശേഷം നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇവിടെ എന്തോ നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്ന പേര് അഡ്രസ്സ് ആ ഒരു ഫോമില്ല, അതിവിടെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്. അവിടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവർ പോയിക്കാണ്. ഏകദേശം ഞാനൊരു വട്ടേ പറഞ്ഞു, പിന്നെ പറയില്ല. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ റണ്ണിങ് ഉണ്ട് കേട്ടോ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 1 മണിക്കൂർ റണ്ണിങ്. പിന്നെ ഇവിടെ വന്ന് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നാർ ടൗണിൽ നിന്ന് വണ്ടി വിളിച്ചെന്നാൽ നടക്കില്ല. ഇവിടെ ഉള്ള ഈ പഞ്ചായത്തിലെ 150 വണ്ടിക്കാണ് ലോഡ്. ഞാൻ ഡ്രൈവറോട് സംസാരിപ്പിച്ചപ്പോൾ ആ 150 വണ്ടി കഴിഞ്ഞാൽ 2ാം ട്രിപ്പ് ഓടണമെങ്കിൽ പിന്നെ 150 വണ്ടിയും കഴിയണത്. എന്നാലും സംഭവം ജീപ്പ് റൈഡ് പൊളിയാണ്. അതിന് ഇപ്പം പറഞ്ഞ തിരുത്തം ഞാൻ തിരിച്ചിരിക്കണു. അത് കഴിഞ്ഞിട്ട് ബാക്കി വർത്താനല്ലോ. അതിന് മല പോകണ വഴിക്കൊക്കെ കാണിച്ചു തരാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നബീലിന് ക്ഷീണം വരുന്നതിന് മല മുകളിൽ എനിക്ക് എത്തണം. അതാണ്. അപ്പോൾ എന്താ പരിപാടി? എന്താണ് സംഭവം? അത് മക്കളില്ല. നേരെ ഞങ്ങൾ പോട്ടെ. ഓക്കെ. അപ്പോൾ നമ്മളെ ചേട്ടൻ വന്നപ്പോഴും നമ്മൾ വണ്ടി എടുത്തു കേട്ടാ. അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാം. നമ്മൾ ഓഫ് റോഡ് തുടങ്ങിക്കോട്ടോ. മൊബൈല് പർസ് സൂക്ഷിച്ചിട്ടോ. ആ 6 കിലോമീറ്റർ ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഓഫ് റോഡ്.
ബെസ്റ്റ് എക്സ്പീരിയൻസ് മക്കളെ. റോഡ് ഓഫ് റോഡ് ഫ്രണ്ടില് 2-3 വണ്ടികൾ കയറി പോകുന്നുണ്ട്. വീഡിയോ തിരിച്ചു വരുമ്പോ പകല് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ചിലവർ അകത്തേക്ക് പോകില്ല, അവിടെ നല്ല ഇട്ടിട്ട് പോകും. അപ്പൊ നമ്മള് ഏറെക്കുറെ എത്തിക്കണം കേട്ടോ. ഒക്കെ നമ്മളെ ഫ്രണ്ടിൽ വന്നിരുന്ന ഇപ്പോഴാണ് അവിടെ താഴെ ഇറക്കി വിട്ടുമാർ വലിയ ഏരിയ പോകുന്നത് കണ്ടോ. എന്താ ഉപയോഗിച്ചിട്ടാ തിരിച്ചോ നേരെ ഇങ്ങനെ ബസ് വരുന്നുണ്ട്. നമ്മള് കുറച്ചും കൂടി ഉണ്ട്. കറക്റ്റ് 6 മണിയാകുമ്പോ എത്തുന്ന പറഞ്ഞു. അപ്പോ അടപ്പ സമയത്ത് ഏകദേശം 5:50 ഒരു 10 മിനിറ്റ് കൂടി എത്തിക്കഴിഞ്ഞാൽ നമ്മള് നേരെ ഇപ്പൊ തന്നെ എന്താ ഇന്നലെ ഒന്നുമില്ല. 3 ക്ലൈമറ്റും ആസ്വദിക്കാൻ പറ്റാറുണ്ട്. വെയിലും മഞ്ഞും മഴയും. നിങ്ങൾ ടോപ്പ് സ്റ്റേഷൻ പോയായിരുന്നോ? ടോപ്പ് സ്റ്റേഷൻ പോയിട്ടുണ്ടോ? ഇതിന് നേരെ ഓപ്പോസിറ്റ് മണിയാണോ? ആ മൂന്നാറ് മാട്ടുപ്പെട്ടി പോകുന്ന റൂട്ട് പോയായിരുന്നോ? അത് നിങ്ങൾ മുകളിൽ വ്യൂ പോയിട്ട് കാണുന്നല്ലേ, നേരെ ഓപ്പോസിറ്റ്. സമയം എത്തിയില്ലേ? ഇവിടൊക്കെ നമ്മുടെ മുമ്പ് വന്നിരുന്ന ഈ പേരാണ്. കേട്ടോ ഇവിടെ ഇറങ്ങിന്റെ നേരെ മുകളിൽ കയറ്റി പോകട്ടോ. അവിടെ തന്നെ വേണം. 6:10 സൺറൈസ്. പുറത്തുകൂടി ഈ ലോക്കൽ ഉറപ്പിൽ നമ്മുടെ വണ്ടി മുകളിൽ 628. നമ്മൾ വന്ന വണ്ടിയാണ്. പുറത്തിൽ 3 ഹോൾഡ്. ഇപ്പൊ നമ്മള് നേരെ അങ്ങനെ നമ്മള് കൊറേ കാലത്ത് ആഗ്രഹത്തിന് ശേഷം നമ്മള് കൊളുക്കുമലെത്തി. അയ്യോ ഇപ്പൊ സൺറൈസ് കാണാറ്. അയ്യോ അങ്ങനെ നമ്മൾ കൊളുക്കുമലെത്തി ഗൈസ്. നമ്മള് വ്യൂ പോയിന്റ് നമ്മളിപ്പോൾ അടിക്ക് മേലേക്ക് കയറി വന്ന് സൈഡത്തൊക്കെ നോക്കി. അവിടെയൊക്കെ മഞ്ഞ് ഓടിയിട്ടേ കാച്ചു. അയ്യോ കിഴക്കലയുടെ വാടാ. തളർന്നടാ. അയ്യോ
അയ്യോ എൻ്റെ മോനെ. പോകണോ വണ്ടി പോയി. അവിടെ നിന്റെ ടോപ്പിലല്ലേ ആൾക്കാരുണ്ട് പറഞ്ഞ്? അതിൻ്റെ ടോപ്പിലോ അവിടെ അതിലൊരു കടുക് പണി പോലെ കണ്ട. അതാ 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 അത് ആൾക്കാരാണെന്ന് പറയണേ. ഇത് പിന്നെ നമ്മള് വന്ന വഴിയാണ്. നമ്മള് കൊളുക്കുമല വ്യൂ പോയിന്റ് ഒക്കെ കണ്ടില്ല നിങ്ങള്? എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? എന്തായാലും ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒടുക്കത്തെ തണുപ്പാ, രാവിലെ ആയണ്ടെന്ന് അറിയില്ല, നല്ല തണുപ്പുണ്ട്. നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ യാത്രകൾ എപ്പോഴും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ തരും. ഈ യാത്ര അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളെപ്പോഴും ഭൂമിയിലുള്ളതൊക്കെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊക്കെ റിലാക്സ് ആവും. പക്ഷേ ഇത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഓഫ് റോഡ് റൈഡും അത് കഴിഞ്ഞ് വന്നാൽ സൺറൈസ് എല്ലാം കൂടെ ശരിക്കും പറഞ്ഞാൽ എന്താ വല്ലാത്തൊരു വൈബ്. ശരിക്കും ഇവിടെ വന്നിട്ട് നമ്മൾ ആ മൂന്നാർ വന്നിട്ട് നമ്മളത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാത്തിനും നഷ്ടമാണ് കൊടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും വരാൻ ശ്രമിക്കുക. നിങ്ങൾ എന്തായാലും വീഡിയോ ഒക്കെ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഷെബീബ് ഒന്ന് പോയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ തണുത്തിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ഒരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. അത് കണ്ട് നമ്മൾ താഴെ ഇറങ്ങും. പിന്നെ നമ്മൾ പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവില്ലേ? ഇഷ്ടമായിട്ടുണ്ടാവില്ലേ? എന്തായാലും കമന്റിൽ അറിയിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ. നമ്മൾ താഴെ വന്ന് നമ്മൾ റൂം എടുത്ത്, ഞാൻ ചിലപ്പോൾ റൂമുകാരെ അതിൽ തന്നെ ജീപ്പുണ്ട്. നമ്മൾ എടുത്ത റൂമുകാരെ പർപ്പിൾ അവരായിട്ട് ജീപ്പ് ഉണ്ടായിരുന്നു. നല്ല ബെസ്റ്റ് ഇതാണ് അവർ കേട്ടോ. നല്ല കാര്യങ്ങൾ സംസാരം കാര്യങ്ങളും റൂമും അതുപോലെ തന്നെ അവരുടെ പരിചരണമൊക്കെ ടോപ്പാണ്. പിന്നെ ഏറ്റവും ടോപ്പിലേക്ക് അവർ ചില വണ്ടിക്കാരൊക്കെ പകുതി അതാണ് ഞാൻ പറയാൻ വന്നത്. ഇവര് നമ്മളെ ഫുള്ളായിട്ട് മേലേക്ക് എത്തിക്കുന്നുണ്ട്. കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ നമ്മൾ കൊടുക്കും. പറ്റുന്നവരെ വിളിച്ചാൽ സംസാരിച്ചാൽ കാര്യങ്ങളൊക്കെ ഒക്കെ ആക്കാം. ബാക്കി നബീല് പറയും. ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റാണ്, ഒന്നും പറയാനില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വെറൈറ്റി എക്സ്പീരിയൻസ്. എങ്ങനെ ഉണ്ടായിരുന്നു ഓഫ് റോഡ് എക്സ്പീരിയൻസ്? ഇഷ്ടായില്ലാന്നോ? അവന് ഓഫ് റോഡ് വന്നിട്ട് ഇങ്ങനെ ഈ നമ്മൾ മിക്സിയിലിട്ട് ആട്ടറായിരുന്നു. അതെനിക്ക് പറ്റിയിട്ടില്ല. തിരിച്ചു പോകുമ്പോ വഴിയൊന്ന് കാണിച്ചു തരാം. നമുക്ക് പുലർച്ചെ രാവിലെ അഭിപ്രായം കിട്ടിയ വേറെ കറക്റ്റ് ആയിരിക്കും. എന്തായാലും മൂന്നാർ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോളിയും. ഉഷാറാണ്, ഒന്നും പറയല്ല. കായ്ക്ക് വെർത്താണ് അല്ലേ? സെറ്റാണ്. അപ്പൊ കൊളുക്കുമലന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ ജീപ്പിൽ കയറിയിട്ട് പോകുമ്പോഴത്തുള്ള വഴികളൊക്കെ കാണിച്ചു തരാം. അപ്പൊ നമ്മള് ജീപ്പിൽ വേണ്ടി നമ്മളിഞ്ഞ് അടിയിട്ട് പോകുമ്പോ ഓഫ് റോഡത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. തിരിച്ചു വരുമ്പോ നമുക്ക് കയറി വരുമ്പോ നമുക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ തിരിച്ചു പോകുമ്പോ വഴികളൊക്കെ കാണിച്ചു തരാം. എന്തായാലും ഉഷാറാട്ടോ. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തോളി വരുന്നുണ്ടെങ്കിൽ. ലാസ്റ്റിലേക്ക് കുറച്ചുള്ളൂ, ചെറിയ ചെറിയ ഇതോളൂ. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് മേലേക്ക് കയറുകയാണെങ്കിൽ ഫസ്റ്റിലേക്ക് 6 കിലോമീറ്റർ തന്നെയാണെന്ന് പറഞ്ഞില്ലേ? അവിടെ ഒടുക്കത്തെ ഓഫ്റോഡാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടുള്ളൂ. കാണിച്ചു തരാട്ടോ. ഒക്കെ നമുക്ക് കാണിച്ചു തരാം. ഒക്കെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളി, ഒക്കെ കാണാം. അതാണ് നമ്മൾ സൈഡ് വ്യൂ. നമ്മൾ കയറുമ്പോൾ കണ്ടില്ലേ? അതന്നെ.
ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഇതുവരെ വണ്ടി വരുള്ളൂ ഇതിലൂടെ ഇവിടെ നടത്തിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത്. നമ്മൾ നടക്കണം മേലേക്ക് വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ. നമ്മളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മേലക്കും ഉണ്ട് അല്ലേ? സോ ഇതാണ് റോഡ്. അപ്പോൾ ഇതൊക്കെയാണ് റോഡിൻ്റെ അവസ്ഥ. ഇത് കുറച്ചുകൂടി എന്നാ ബെറ്ററാണ്. ഞാൻ അടിക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വേറൊരു വ്യൂ കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടേക്ക് പോവാം. അവിടുന്നാണ് ഞങ്ങളുടെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ജനങ്ങളൊക്കെ വരാം. നെക്സ്റ്റ് സ്പോട്ട് ലോക്ക്ഹാർട്ട് ടീം മ്യൂസിയം. തന്നെ വീടിയിരുന്നു. നമ്മൾ ധൈര്യം അങ്ങോട്ട് കയറി വന്നു. നമ്മൾ നിങ്ങളുടെ പോണത് അത് നടക്കാം. നോക്കി നടന്നോ. ഇവിടെ അതുപോലെ ഓരോ കുട്ടികളുണ്ട്. നേരത്തെ തന്നെ വരാൻ പോയി. പൊന്നോ മറ്റേ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് മോനെ ഞങ്ങളെല്ലാ വശതേ ആൾക്കാരെ ഒരു സൈഡ് ഈ വ്യൂ, മറു സൈഡ് എന്താ രസല്ലേ തന്നെ. അപ്പം അങ്ങനെ നമ്മൾ നടന്നിട്ട് ഏറെക്കുറെ സ്പോട്ടിലെത്തിക്കുന്നു തോന്നുന്നുണ്ട്. மேகம் போய் காணோம், ஒன்றும் காணோம். അടിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു ആള്. അടിക്ക് ഇറങ്ങാം അല്ലേ? താഴത്തേക്ക് പോവാ. വേറെ നൈസ് സ്പോട്ട് ഉണ്ടെന്നാ പറഞ്ഞത് നമ്മളെ ഡ്രൈവർ. ഒരു പാറൊക്കെ ഉണ്ട്, പോയോക്കാം.
വഴി നൈസാട്ടോ ഇതാണ് ആ വീഡിയോയിൽ കാണുന്നത്. വ്യൂ ഇതാണ് ആ പറഞ്ഞ പാറ. സൈഡിൽ നിന്നുള്ള വീഡിയോ എടുത്തില്ലേ മുസ? ആ സൈഡിൽ നിന്നുള്ള ക്ലിയർ ആവണില്ലേ? ഇതാണ് ഞാൻ നൈസൊരു വീഡിയോ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. അതാണ് അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത്. അത് ഞാൻ അങ്ങനെ പോകുന്നു. നൈസാണ്. അത് വരെ അലൗഡ് ഉള്ളൂ അത്രേ. അപ്പോൾ നമ്മളിങ്ങോട്ട് അടിയിലേക്ക് ഇറങ്ങിയാകുമ്പോൾ ആരോ പറഞ്ഞ് ഇങ്ങോട്ട് അലൗഡ് ഇല്ലയെന്ന്. അപ്പോൾ നമുക്ക് മേലോട്ട് കയറിക്കോ. ഇപ്പോൾ പറഞ്ഞേ കേട്ടില്ല എന്ന് വേണ്ട. എന്തേ ഇവിടെ ഒരു നവംബർ ഡിസംബർ ജനുവരി ആ ഒരു മാസത്തിൽ വരികയാണെങ്കിൽ ആള് പറഞ്ഞത് എന്താണ് കടൽ പോലെ മേഘങ്ങൾ ഇങ്ങനെ ബെഡ് പോലെ കിടക്കണ്ടെന്നല്ല പറഞ്ഞു ദിവസം. നവംബർ ഡിസംബർ ജനുവരി അല്ലേ? അങ്ങനെ കാണണമെന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ പോരെ. അല്ലാതെ ഈ ഇതിൽ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ അടിപൊളിയാണ്. വ്യൂ ഒന്നും കാണാൻ പറ്റില്ല, ഫുള്ള് മേഘങ്ങൾ ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ വ്യൂ ഉണ്ട്, മേഘങ്ങളുണ്ട്, എല്ലാം കൊണ്ട് അടിപൊളിയാണ്. ഉണ്ടോ ആള് പറഞ്ഞത് ഇതാണ്ട ഇതുപോലെ അങ്ങനെ ഇതൊന്നല്ല, അതിപ്പോൾ വ്യൂ കാണാണ്ട് നമുക്ക്. ഇതുപോലെ നമ്മൾ ഒരു ബെഡ് ഇട്ട പോലെ മേഘങ്ങൾ ഇങ്ങനെ തിക്നെസ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന പറഞ്ഞു. നമ്മൾ ഈ ഇൻസ്റ്റയിൽ റീലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അതുപോലെ. ഈ ടൈമിൽ വന്നു കഴിഞ്ഞാലും അതുപോലെ കാണാം, പക്ഷെ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ വ്യൂ ഈ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാതും വ്യൂവും കാണാം, മഞ്ഞും കാണാം, മേഘങ്ങൾ ഇങ്ങനെ സെറ്റായിട്ട് കിടക്കുന്നതും കാണാം അല്ലേ? അപ്പം എന്തായാലും പോരി ഒരു വട്ടമെങ്കിലും. ഇവിടെ ഉടുക്കത്തെ കാറ്റുകൊണ്ട് തണുപ്പിന് പുറകെ ഉണ്ടോ? നോക്കി നോക്കി എവിടെ അതാ ഇതിൽ കാണാനില്ലടാ. ചീറ്റി 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 അതാ പുല്ല് നീങ്ങണ നോക്കിക്കോ. എന്ത് തണുപ്പത്ത് കാറ്റും കൂടി ആകുമ്പോ മോനെ ലൈറ്റ് കാറ്റ് തണുപ്പുണ്ട്. ഗൈസ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ അടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന കാഴ്ചകൾ കാണിച്ചു കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ പോകുന്ന റൂട്ടുകൾ. ഓഫ് റോഡ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ടുനോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും റൂമിലെത്തിയിട്ട് വീഡിയോ എടുക്കണുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ റൂമിലെത്തിയിട്ട് കാണാം കേട്ടോ. ബൈ.